نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് വിലക്കുകളിൽ നിന്ന് വിട്ടുനിന്ന് ജീവിതത്തെ കുറെ കൂടി നന്നാക്കാൻ ശ്രമിക്കണമെന്ന് ആദ്യം എന്നെയും പിന്നെ നിങ്ങളെയും ഉപദേശിക്കുകയാണ്. ദുൽഹജ്ജ് മാസത്തിൻ്റെ വളരെ പ്രാധാന്യവും പവിത്രവുമായ സമയങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു. ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് നമ്മുടെ സഹോദരങ്ങൾ, ദശലക്ഷക്കണക്കിന് ആളുകൾ ഹജ്ജ് ലക്ഷ്യം വെച്ച് ലബ്ബൈക്ക് പറഞ്ഞ് ഇപ്പോൾ മക്കയിലും മദീനയിലുമായിട്ടുണ്ട്. നമ്മിൽ പലരും ഹജ്ജ് കർമ്മം നിർവഹിച്ചവരാണ്. എന്നാൽ കുറേ ആളുകൾ ഹജ്ജ് ഒരാഗ്രഹമായി തന്നെ കൊണ്ടു നടക്കുന്നവരുമാണ്. എന്നാൽ മറ്റു ചിലരുടെ മനസ്സിൽ അങ്ങനെ ഒരാഗ്രഹം വന്നിട്ടേ ഉണ്ടായിട്ടില്ല എന്ന അവസ്ഥയുമുണ്ട്. ഹജ്ജ് നൽകുന്ന ചില സന്ദേശങ്ങളുണ്ട്. വളരെ ചുരുക്കി ആ ഒരു വിഷയത്തിലൂടെ കടന്നു പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഹജ്ജ് കൊണ്ടൊരുപാട് നേട്ടങ്ങൾ ഒരു വിശ്വാസിക്കുണ്ടാകുന്നു. അയാളുടെ ആയുഷ്കാലത്ത് അയാൾ ചെയ്തു പോയ ദോഷങ്ങളൊക്കെയും പൊറുക്കപ്പെട്ട് മാതാവിൻ്റെ വയറ്റിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്ന സന്ദർഭത്തിൽ എത്ര പാപരഹിതനായിരുന്നുവോ ആ ഒരു വൃത്തിയുള്ള അവസ്ഥയിലേക്ക് ഒരു മനുഷ്യൻ മടങ്ങിപ്പോവുക എന്നത് ചില്ലറ കാര്യമല്ല. ദുനിയാവിൽ ജീവിക്കുമ്പം സ്വാഭാവികമായും സംഭവിച്ചു പോകുന്ന തെറ്റുകളുണ്ട്, കരുതിക്കൂട്ടി ചെയ്യുന്ന തെറ്റുകളുമുണ്ട്. ആ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മോചിതനായാൽ പരലോകത്ത് സ്വർഗമുറപ്പിക്കുക എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ കോടിക്കണക്കിന് സമ്പത്ത് കെട്ടിപ്പൂട്ടി വെച്ചതുകൊണ്ട് ലഭിക്കാത്തൊരു മഹാസൗഭാഗ്യം ഹജ്ജിലൂടെ വിശ്വാസികൾക്ക് ലഭിക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ അനുഷ്ഠാനങ്ങൾ ഖുദൂ അന്നീ മനാസിക്കക്കും എന്ന് പ്രവാചകൻ പറഞ്ഞ അനുഷ്ഠാനങ്ങൾ തീരുമാനിക്കുന്നത്, നമ്മൾ ആചരിക്കേണ്ടത് അള്ളാഹുവിൻ്റെ പ്രവാചകനിലൂടെ കാണിച്ചു തന്ന രീതി എന്താണോ അതനുസരിച്ചായിരിക്കണം. അത് വേറെ പഠിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ ആത്മീയ തലമുണ്ട്, വിശ്വാസപരമായ. വതസവ്വദു ഫഇന്ന ഖൈറ സാദി തഖ്വ. അതിനുവേണ്ടിയുള്ള നിങ്ങൾ പാഥേയമൊരുക്കണം. ഒരുപക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുമ്പ് ഹജ്ജ് എന്ന സ്വപ്നം മനസ്സിലുണ്ടാകുന്ന കാലം തൊട്ട്
ഹജ്ജിന് വേണ്ടി മക്കയിൽ എത്തുന്നത് വരെ മനുഷ്യൻ ഇതിനു വേണ്ടി ഒരുങ്ങണം. ആ ഒരുങ്ങുന്ന സന്ദർഭത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സാധനം തഖ്വ, സൂക്ഷ്മതാബോധം എന്നതാണ്. സൂക്ഷ്മതാബോധമില്ലെങ്കിൽ പിന്നെ അതിന് അർത്ഥമുണ്ടാവാതെ പോകും. നമ്മുടെ ആരാധനകളൊക്കെയും ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾക്ക് ഈ സൂക്ഷ്മത ഉണ്ടാവാൻ വേണ്ടിയാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹജ്ജിനെത്തിപ്പെടുന്ന ഓരോ ആളുകളും ഒരുപാട് നന്മകൾ നേരിട്ട് അനുഭവിക്കുകയാണ്. മശ്അറുകളിലൂടെ കടന്നു പോകുമ്പോൾ അയാൾ ഒരു വല്ലാത്ത വ്യത്യസ്ത വിചാരങ്ങൾക്ക് അടിമപ്പെടുകയും അതിന് വശംവദനാവുകയും അതനുഭവിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന വല്ലാത്തൊരു സുഖം മനസ്സിലുണ്ടാവുകയും പ്രാർത്ഥനാ നിർഭരമായൊരു ഒരു അവസ്ഥയിലേക്ക് അങ്ങനെ എടുത്തെറിയപ്പെടുകയും മനുഷ്യൻ തന്നെ ആകെ മാറിപ്പോവുകയും ചെയ്യുന്ന വല്ലാത്തൊരവസ്ഥ കാണാം. മർമ്മപ്രധാനം വഅത്തിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാ, അത് അള്ളാഹുവിന് വേണ്ടി മാത്രമാവണം, നിയ്യത്ത് ഖാലിസാവണം എന്നർത്ഥം. ആളുകൾക്കിടയിൽ ഹാജി എന്ന പേര് കിട്ടാനോ അല്ലെങ്കിൽ പോയില്ലെങ്കിൽ നാട്ടിൽ ഒരു നിലയും വിലയും ഉണ്ടാവില്ലെന്ന് കരുതിയോ ആവരുത് ഹജ്ജിന് പോകുന്നത് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട പ്രശ്നം. ഹജ്ജിന് നിയ്യത്തുണ്ട്. ആ നിയ്യത്ത് മറ്റുള്ള നിയ്യത്ത് പോലെയല്ല. മറ്റതൊക്കെ നമ്മൾ മനസ്സിൽ കരുതുന്നു. എന്നാൽ ഹജ്ജിൻ്റെത് മാത്രം നമ്മൾ ഉംറയുടെയും ഹജ്ജിൻ്റെയും കൃത്യമായി ആ ലഫ്ള് ഉച്ചരിച്ചുകൊണ്ട് പറയുന്നു. ആ ഒരു അവസ്ഥയിൽ ഹജ്ജിന് വേണ്ടി ഒരാൾ ഇറങ്ങി പുറപ്പെടുകയാണ് വീട്ടിൽ നിന്ന്. അയാൾ മീഖാത്തിലെത്തുമ്പോഴാണ് അയാൾ ഇഹ്റാമിൽ പ്രവേശിക്കുന്നത്. പക്ഷേ മീഖാത്തിൽ അയാൾ ആകാശലോകത്ത് കൂടെ പറന്നു പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ സുന്നത്തുകളും സംഗതികളുമൊക്കെ, സുന്നത്തായ കുളി പോലെയുള്ള സംഗതികൾ, അതുപോലെ തന്നെയുള്ള ബാക്കിയുള്ള കാര്യങ്ങളുമൊക്കെ അയാൾ വീട്ടിൽ നിന്ന് തന്നെ ചെയ്തിറങ്ങുകയാണ്. എയർപോർട്ടിൽ നിന്ന് കയറി നമ്മൾ ജിദ്ദ എയർപോർട്ടിൽ എത്തുന്നതിൻ്റെ ഒരു 20 മിനിറ്റ് മുമ്പ് മീഖാത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഇഹ്റാമിൽ പ്രവേശിക്കുന്നു. ഈ ഇഹ്റാമോടുകൂടി അയാൾ ഹാജിയായി മാറുകയാണ്. നമ്മൾ തമത്തുവായ ഹജ്ജിന് വേണ്ടിയാണ് സാധാരണഗതിയിൽ ഇവിടെ നിന്നൊക്കെ പോകുന്ന ആളുകൾ ഇഹ്റാമിൽ പ്രവേശിക്കാറ്. അയാൾ ഉംറയ്ക്ക് വേണ്ടി നിയ്യത്ത് വെക്കുന്നു. അങ്ങനെ ഉംറയ്ക്ക് വേണ്ടി നിയ്യത്ത് വെക്കുന്നതോടുകൂടി അയാളുടെ സകല സ്ഥാന വസ്ത്രങ്ങളും അയച്ചു വെക്കുന്നു. അതിൽ രാജാവുണ്ട്, അതിൽ പ്രജയുണ്ട്, അതിൽ പണക്കാരനുണ്ട്, അതിൽ പണിക്കാരനുണ്ട്, അടിമയുണ്ട്, ഉടമയുണ്ട്, എല്ലാവരുമുണ്ട്. പക്ഷേ അവർക്കൊക്കെ ഉണ്ടായിരുന്ന സ്ഥാനവസ്ത്രങ്ങളുണ്ട്. ആ വസ്ത്രങ്ങളായിരുന്നു അവർക്ക് പെരുമ നൽകിയിരുന്നതും അയാളുടെ വലിപ്പം കാണിച്ചിരുന്നതും. അതൊക്കെ അയച്ചു വെക്കണം. അതൊക്കെ അയച്ചു വെച്ച് ഒരു തുണിയും ഒരു മുണ്ടുമായി മാത്രം മാറുന്നു. ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് വരുന്ന ലക്ഷക്കണക്കിന് ആളുകൾ, പുരുഷന്മാരായ ആളുകൾ അങ്ങനെ തന്നെ ചെയ്തു കൊള്ളണം. ഒരു സമത്വത്തിന്റെ മഹത്തായ ഉദാഹരണം ഓരോ ആണ്ടിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു. അവിടെ ഇസ്ലാം സ്ത്രീകൾക്ക് ഇളവ് നൽകി. അവരുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരെ നിർബന്ധമായി മറക്കേണ്ട സ്ഥലങ്ങൾ, ഔറത്തുകൾ മുഴുവൻ മറക്കുന്ന രൂപത്തിൽ ഏത് ഡ്രസ്സും ധരിക്കാം, ഏത് കളറുമാവാം, വെള്ളയാവണമെന്നില്ല. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല, പക്ഷേ അവർ മുഖം മറക്കരുത്, അവർ കയ്യുറ ധരിക്കരുത്. ഇത് രണ്ടും വെളിവായി തന്നെ കിടക്കണമെന്ന് കൃത്യമായി നിർദ്ദേശിക്കുന്നു അള്ളാഹുവിൻ്റെ മതം. അതുകൊണ്ട് തന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ എപ്പോഴും ഒരു അവനവൻ്റെ ചെറിയ വൃത്തത്തിൻ്റെ അകത്ത് കറങ്ങുന്ന ആളാണ്. ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ കുട്ടികളും എന്ന ഒരു ചെറിയ വൃത്തം വരച്ച് ആ വൃത്തത്തിനകത്ത് മാത്രം കറങ്ങുന്ന എത്രയോ ആളുകളുണ്ട്. അവരാ വട്ടത്തിൽ നിന്ന് പുറത്തിറങ്ങൂല. ആ വട്ടത്തിൽ അങ്ങനെ കറങ്ങും. മനുഷ്യൻ പിശുക്കനായി പോകുന്നത്, മനുഷ്യൻ സൽക്കർമ്മങ്ങളിൽ നിന്ന് വിട്ടുനിന്നു പോകുന്നത്, മനുഷ്യൻ സാമൂഹ്യ ജീവിതം അവസാനിപ്പിക്കുന്നത് ഒക്കെ ഈ വൃത്തത്തിന്റെ വ്യാസവും ആരവും കുറയുമ്പോഴാണ്. അങ്ങനെ കൃത്യമായി ചെറുതായിട്ട് വരച്ചിട്ട് ആ വട്ടങ്ങളിൽ നിന്ന് ലോകത്തിന്റെ വലുപ്പത്തിലേക്ക് വലിച്ചിറക്കുകയാണ് ഹജ്ജ്. ഇഹ്റാമിലൂടെ അയാൾ എന്ത് ചെയ്യുന്നു? ഒരു ലോകത്തിന്റെ വലുപ്പത്തിലേക്ക്, മനുഷ്യ ഇതല്ല നീ, അങ്ങനെ ഒരു ചെറിയ വട്ടത്തിനകത്ത് ജീവിക്കേണ്ടവനല്ല നീ വന്നു നോക്കൂ. ലക്ഷോപലക്ഷം ആളുകൾ, നിന്നെ പോലെയുള്ള വിശ്വാസികളായ ആളുകൾ വന്നു നിൽക്കുന്നു. ലോകം മറ്റൊന്നുണ്ട്. കിണറ്റിലെ തവളയെ പോലെയുള്ള ഒരു മാനസികാവസ്ഥയല്ല നിനക്കുണ്ടാവേണ്ടത് എന്ന് അള്ളാഹുവിൻ്റെ മതം പറയുന്നു. എന്നിട്ട്
ലോകത്തോട് ലോകത്തിന്റെ വലിപ്പത്തിലേക്ക് പോകുമ്പോൾ ഹജ്ജ് ആവർത്തിച്ച് അവനെ കൊണ്ട് പ്രഖ്യാപിക്കുകയും പ്രതിജ്ഞ എടുപ്പിക്കുകയും ചെയ്യുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മർമ്മമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ ഹജ്ജിന് പോകുന്ന ഹദീസ് ഇങ്ങനെ വിശദീകരിക്കുന്നിടത്ത് ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു തആല അൻഹു പറയുന്ന ഹദീസിൽ ഫഅഹല്ല ബിത്തൗഹീദ് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക് എന്ന് തുടങ്ങുന്ന ഈ തൽബിയത്ത് ഫഅഹല്ല ബിത്തൗഹീദ് എന്ന് കൃത്യമായി തൗഹീദാണ് ആ പ്രഖ്യാപനം. അള്ളാഹുവിനെ മാത്രമേ ഞാൻ വിളിച്ച് പ്രാർത്ഥിക്കുകയുള്ളൂ, ആരാധിക്കുകയുള്ളൂ. അവന് വേണ്ടി മാത്രമേ എൻ്റെ നമസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത്, സദഖ പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ചെയ്യുന്നതൊക്കെയും അള്ളാഹുവിന്റെ പ്രീതി മാത്രമേ അതിൽ ആഗ്രഹിക്കുകയുള്ളൂ ഞാൻ എന്ന് പ്രഖ്യാപിക്കണം. ലബ്ബൈക് ഇലാഹൽ ഹഖ് ലബ്ബൈക് എന്ന് കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ അല്ലാഹുമ്മ ഹജ്ജത്തൻ ലാ റിയാ ഫീഹാ വലാ സുംഅ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ അങ്ങനെയാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ ഹജ്ജത്തൻ ഈ ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ നിയ്യത്ത് വെക്കുമ്പോൾ പഠിപ്പിച്ചത് അല്ലാഹുമ്മ ഹജ്ജത്തൻ ലാ റിയാ വലാ സുംഅ. കേൾവിക്കല്ല ഇത്, മറ്റുള്ള മുമ്പിൽ പെരുമ നടിക്കാനുമല്ല ഇത്, മറ്റുള്ളവരുടെ വിളിപ്പേരിന് വേണ്ടിയല്ല, എനിക്ക് പ്രശസ്തി ഉണ്ടാകുവാനും വേണ്ടിയല്ല. ഒരു റിയാവും ഞാനിതിൽ കാണുന്നില്ല, നിന്റെ കൂലി മാത്രം. അതുകൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ടൊരു പുതിയ മനുഷ്യനുണ്ടാവുന്നു ഇഹ്റാമിൽ, മീഖാത്ത് മുതൽക്കങ്ങോട്ട്. അയാൾക്ക് അതുവരെ അനുവദനീയമായിരുന്ന പല കാര്യങ്ങളും ഇനി അയാൾക്ക് ചെയ്തുകൂടാ. അങ്ങനെയുള്ള കുറെ സംഗതികൾ ഹറാമാകുന്നു. ജീവിതത്തിൽ എന്തൊക്കെ പാടുണ്ട്, എന്തൊക്കെ പാടില്ല, എപ്പോൾ ചെയ്യണം, എപ്പോൾ ചെയ്യാതിരുന്നുകൂടാ, ഇതൊക്കെ മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ആലോചിച്ച് തീരുമാനിക്കാൻ അള്ളാഹുവിന്റെ മതം സമ്മതിക്കുന്നില്ല. കാരണം ആ ബുദ്ധിക്ക് അത് പ്രാപ്യമല്ല. എന്തുകൊണ്ടങ്ങനെ? അള്ളാഹു നിശ്ചയിച്ചത് കൊണ്ടങ്ങനെ എന്നാണ്. നമ്മളല്ല തീരുമാനിക്കുക, നമ്മുടെ റബ്ബാണ്. അങ്ങനെ തെൽബിയത്ത് മാത്രം മനസ്സിൽ ഉച്ചരിച്ചുകൊണ്ട് അയാൾ ജിദ്ദ എയർപോർട്ടിലെത്തുന്നു, ഹോട്ടലിലെത്തുന്നു, വിശ്രമിക്കുന്നു. അയാൾ ഹജ്ജിന്റെ മുതമത്തിയായ ഹജ്ജിന് വേണ്ടി നിയത്ത് ചെയ്യുക ആളുടെ ഹജ്ജിന്റെ കർമ്മങ്ങൾ തന്നെ ആരംഭിക്കുന്നു. ആ ഉംറയിലൂടെ അയാൾ കഅബാലയത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടക്കുന്നു. ഈ കഅബാലയത്തെക്കുറിച്ച്, കഅബാലയം കാണുന്നതിന് മുമ്പ് പലപ്പോഴും സാധാരണക്കാരായ ആളുകളുടെ മനസ്സിൽ പ്രത്യേകിച്ചും കുറെ സങ്കല്പങ്ങളുണ്ട്. ആത്മീയമായ നിസ്സംഗത ചൂഴ്ന്നു നിൽക്കുന്ന, മൂടി നിൽക്കുന്ന എന്തോ ഒരു വലിയ കേന്ദ്രം, കൊട്ടാര സമാനമായ ഒരു ബിൽഡിങ്, അതിനകത്ത് ആരുടെയോ ഖബർ അല്ലെങ്കിൽ 1, 2, 3 ആളുകളുടെ ഖബറുകൾ ഉണ്ടാകും എന്നൊക്കെ സങ്കല്പത്തിലാണ് പലരും മക്കയിലെത്തുക. കാരണം അവർ കണ്ട തീർത്ഥാടന കേന്ദ്രങ്ങളിലെ കെട്ടിടങ്ങളും അതിന്റെ സ്വഭാവവും ഒക്കെ അങ്ങനെയാ. പേടിപ്പെടുത്തുന്ന എന്തൊക്കെ അങ്ങനെ ചൊല്ലിപ്പറയുകയും എന്തൊക്കെയോ വാസനിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന എന്തോ ഒരു ഗൂഢമായ ഒരവസ്ഥയിലേക്ക് ചെന്നെത്തുന്ന ഒരു ഗേഹമായിരിക്കാം അത് എന്ന് ചിലരുടെ മനസ്സിലുണ്ടാകുന്നു. പക്ഷെ ചെന്ന് നോക്കുമ്പോ ശില്പചാരുത ഇല്ലാത്ത, ഭംഗി മോടിയൊന്നും അല്ലാത്ത ഒരു കെട്ടിടത്തിന്റെ മുമ്പിലെത്തി നിൽക്കുന്നു. പക്ഷെ ആ കെട്ടിടത്തിന്റെ മുമ്പിൽ എത്തി നിൽക്കുന്ന മനുഷ്യന്റെ മനസ്സിൽ വികാര വിക്ഷോഭങ്ങൾ ഇങ്ങനെ തള്ളി വരികയാണ്. അവിടെ വിശ്വാസിയായ ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് ഒരു ഓർമ്മ കടന്നു വരണം. ഹജ്ജിന് പോകുമ്പോഴും ഉംറക്ക് പോകുമ്പോഴുമൊക്കെ കഅബാലയത്തിന്റെ മുമ്പിലെത്തുമ്പോ ഞാൻ ഇതുവരെ തിരിഞ്ഞു നിന്ന് നമസ്കരിച്ച ഒരു ഗേഹമാണിത്. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, ലാ ലിൽ കഅബ ബൽ ഇലൽ കഅബ ഫഖത്ത്. ഞാൻ ഈ കഅബയെ ആരാധിച്ചിട്ടില്ല, ഈ കഅബയ്ക്ക് വേണ്ടി ഞാൻ നമസ്കരിച്ചിട്ടില്ല. ഈ കഅബയിലേക്ക് തിരിയണം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ തിരിഞ്ഞു എന്ന് മാത്രം. ഇതെന്റെ ആരാധനാ ഗേഹമല്ല. ഈ ഗേഹത്തെ ആരാധിക്കുവാനോ അതിന്റെ മൂലയിലുള്ള ശിലയോ എന്റെ ആരാധ്യ വസ്തുവല്ല. അങ്ങോട്ട് തിരിയണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ തിരിഞ്ഞു എന്ന് മാത്രം വിശ്വാസിയായ ആളുകളുടെ മനസ്സിൽ വരുന്നു. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുന്നു. എപ്പോ പോയാലും അവിടെ എത്തുമ്പോഴുള്ള ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. അങ്ങനെ ഈ വികാര വിക്ഷോഭങ്ങൾ പ്രാർത്ഥനയ്ക്ക് വഴിമാറുകയാണ്. അയാൾ മത്താഫിലേക്ക് പതുക്കെ ചെല്ലുന്നു. മത്താഫിലെത്തി ഹജറുൽ അസ്വദിന്റെ നേരെ ചെന്ന് നിന്ന് അതിനെ മുത്തിക്കൊണ്ടാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തവാഫ് ആരംഭിച്ചത്. ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് അത് നിയമമായി വെച്ചിരുന്നെങ്കിൽ ആലോചിച്ചു നോക്കൂ.
അസംഭവ്യമായ കാര്യങ്ങളൊന്നും ഇസ്ലാമിൽ നിയമമാക്കി വെക്കില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ നേരെ ഇപ്പുറത്ത് കാണുന്ന ഒരു പച്ച ലൈറ്റിനോട് സാങ്കല്പികമായ രേഖ വരച്ച്, മനസ്സുകൊണ്ട് വരച്ച്, ആ രേഖയുടെ തൊട്ട് മുമ്പിൽ നിന്നുകൊണ്ട് വലത് കൈ ഉയർത്തി ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രയാണം ആരംഭിക്കുന്നു. ഈ തവാഫ്, ആ തവാഫ് ജീവിതത്തിൽ തവാഫ് ചെയ്യുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഈ പ്രപഞ്ചത്തിന്റെ താളമാണ്. പരമാണുവിലെ ആറ്റത്തിലെ ഇലക്ട്രോണുകൾ മുതൽക്കിങ്ങോട്ട് ഗാലക്സികളുടെ കറക്കം വരെ ആകാശലോകത്തുള്ള മുഴുവൻ ഗോളങ്ങളും കറങ്ങുന്നത് ആന്റി ക്ലോക്ക് വൈസിലാണ്. ഗർഭാശയത്തിലേക്ക് പ്രവേശനം കാത്തുകൊണ്ട് ഗർഭാശയ ഭിത്തിക്ക് മുമ്പിൽ നിൽക്കുന്ന പുരുഷ ബീജങ്ങൾ അവിടെ കറങ്ങുന്നതും ആന്റി ക്ലോക്ക് വൈസിലാണ്. മഴ പെയ്തു. ഇപ്പോ നമ്മുടെ പറമ്പിലൊക്കെ വള്ളികൾ പടർന്നതൊന്ന് ശ്രദ്ധിക്കുക. അവർ ഒരു മരത്തിലൂടെ കയറി പോകുന്നത് ആന്റി ക്ലോക്ക് വൈസിലാണ്. നിങ്ങൾ എങ്ങനെ തിരിച്ചിട്ട് നോക്കൂ, അവർ ഒന്ന് താഴെ വീണ് രണ്ടാമത് ഈ ആന്റി ക്ലോക്ക് വൈസിൽ കയറി പോകുന്നത് കാണാം. കൊടുങ്കാറ്റടിക്കുന്നത് ആന്റി ക്ലോക്ക് വൈസിലാണ്. അങ്ങനെ ഒരുപാട് സംഗതികൾ. ബൈത്തുൽ മഅ്മൂറിൽ ഒരു നിമിഷവും നിലക്കാതെ കോടിക്കണക്കിന് മലായിക്കത്തുകൾ തവാഫ് ചെയ്യുന്നത് ഈ ആന്റി ക്ലോക്ക് വൈസിലാണ്. ഈ ആന്റി ക്ലോക്ക് വൈസിൽ മനുഷ്യൻ ഇങ്ങനെ കഅബാലയത്തെ ഇടതുവശത്താക്കി തവാഫ് ആരംഭിക്കുന്നു. ആ തവാഫിന്റെ സന്ദർഭങ്ങളിൽ മനുഷ്യൻ എണ്ണി പറയണം ചെയ്തുപോയ തെറ്റുകൾ. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഈ ഹജ്ജ് കഴിഞ്ഞ് അവസാനത്തെ തവാഫും കഴിഞ്ഞിറങ്ങുന്നത് വരെ, വിടവാങ്ങൽ തവാഫ് വരെയുള്ള നിമിഷങ്ങളൊക്കെയും പ്രാർത്ഥനക്കുള്ളതാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ ചെയ്യുന്നുകൊണ്ട് ഈ പാപക്കറകൾ കഴുകി കളയാൻ വേണ്ടിയാണ് പോയത്. നോക്കൂ നിങ്ങൾ, ആ ഒരു സന്ദർഭത്തിൽ നമ്മൾ ലിസ്റ്റ് ചെയ്തു പോകുന്ന പ്രാർത്ഥനകൾ ഇങ്ങനെ പറയുമ്പോ, 3-ാമത്തെ മൂല മുതൽ 4-ാമത്തെ മൂല വരെ, റുക്നുൽ യമാനി മുതൽ ഹജറുൽ അസ്വദിന്റെ മൂല വരെ എത്തുമ്പോ ആ പ്രാർത്ഥനകൾക്ക് ബ്രേക്ക് ഇടുന്നു നമ്മൾ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ എന്ന ഒറ്റ പ്രാർത്ഥനയിലേക്ക് ഒതുങ്ങുന്നു. എന്തേ അങ്ങനെയാണ് പ്രവാചകൻ കാണിച്ചു തന്നത്. ഒരു പ്രാർത്ഥന ഇങ്ങനെ തുടർത്തിയിട്ട് അതിങ്ങനെ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് റുക്നുൽ യമാനി എത്തിയാൽ ആ പ്രാർത്ഥന അവിടെ അവസാനിപ്പിക്കുന്നു. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ എന്ന പ്രാർത്ഥന ഹജറുൽ അസ്വദിന്റെ മൂല തീരുന്നത് വരെ വിശ്വാസി പറയുന്നു. അങ്ങനെയാണത്. അതാണ് ഇസ്ലാം മതം എന്ന് പറയുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ച് ഏഴ് തവാഫ് അവസാനിപ്പിച്ച് അയാൾ മഖാമു ഇബ്രാഹിമിന്റെ പിന്നിലേക്ക് മാറി നിന്ന് 2 റക്അത്ത് നമസ്കരിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ തൗഹീദ് പ്രഖ്യാപനം ചെയ്യുന്ന 2 സൂറത്തുകൾ ഓതണമെന്ന് സുന്നത്ത്. ഒന്ന് സൂറത്തുൽ കാഫിറൂൻ ഒന്നാമത്തെ റക്അത്തിലും സൂറത്തുൽ ഇഖ്ലാസ് രണ്ടാമത്തെ സൂറത്തിലും. പിന്നീട് അയാൾ അവിടെ നിന്നും പ്രാർത്ഥിക്കുന്നു. അല്പം മാറി നിന്ന് സംസം വെള്ളം കുടിച്ചതിന് ശേഷം അയാൾ സഈന് വേണ്ടി പോകുന്നു. സഈന് വേണ്ടി പോകുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറെ ഓർമ്മകൾ വിശ്വാസികളായ ആളുകളുടെ മനസ്സിലുണ്ടാകും. സഈ ആ സഫാ കുന്നിലേക്ക് പതുക്കെ കയറി ചെല്ലുന്ന വിശ്വാസിയുടെ മനസ്സിൽ ഓളം തട്ടി വരുന്ന ഒരുപാട് ഓർമ്മകളുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ, ഹാജറ ബീവിയുടെ, ഒരു ചോര പൈതലായ ഇസ്മായിൽ ദാഹം കൊണ്ട് കരയുന്ന ഒരുപാട് അവസ്ഥകൾ. ആ അവസ്ഥകളൊക്കെയും മനസ്സിലേക്ക് വരുന്ന സന്ദർഭത്തിൽ ആ സഫായുടെ കുന്നിന്റെ അല്പം ഉയരമുള്ള സ്ഥലത്തേക്ക് കയറി നിന്നു. ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ് ഫമൻ ഹജ്ജൽ ബൈത അവ തമർ ഫലാ ജുനാഹ അലൈഹി അൻ യതവഫ ബിഹിമാ വമൻ തതവഅ ഖൈറൻ ഫഇന്നല്ലാഹ ശാകിറുൻ അലീം എന്ന് വിശ്വാസികൾ പറയുന്നു. കഅബാലയത്തിലേക്ക് നോക്കിയിട്ട് ചില പ്രഖ്യാപനങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. തൗഹീദിന്റെ വിളംബരം, വീണ്ടും തൗഹീദിന്റെ വിളംബരം. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്ന ആളുകൾ ഈ കഅബാലയത്തിന്റെ തിരുമുറ്റത്തോ അപ്പുറത്തോ വരരുത്, അതിന്റെ ബൗണ്ടറി കടക്കരുത് എന്ന് അള്ളാഹുവിന്റെ മതം നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ട്. അത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതാണ്. ഹജ്ജിന്റെ ഓരോ ഘട്ടങ്ങളിലും നിന്നുകൊണ്ട് അള്ളാഹുവിനെ മാത്രമേ ഞാൻ ആരാധിക്കുകയുള്ളൂ എന്ന് വീണ്ടും പറയിപ്പിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ.
പ്രവാചക തിരുമേനി വല്ലാത്തൊരു വൈകാരിക ആവേശത്താൽ മക്കം ഫതഹിന്റെ അന്ന് കഅബാലയത്തിന്റെ അടുത്ത് വന്ന് പറഞ്ഞ ഒരു ദിക്റുണ്ട്, ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ആജിമാരെ കൊണ്ട് ഒരു സുന്നത്തായ ദിക്റായി അവിടെ പറയിപ്പിക്കുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദ അൻജസ വഅദ വനസറ അബ്ദ വഹസമൽ അഹ്സാബ വഹ്ദ എന്നത് ഒരു മക്കം ഫതഹിന്റെ അന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ മക്ക കഅബാലയും മസ്ജിദുൽ ഹറാമും ഒക്കെ തന്റെ കാൽക്കീയിൽ വന്നപ്പോ പ്രഖ്യാപിച്ച പ്രഖ്യാപനമാണ്. നമുക്കത് ഇടക്കിടക്ക് അവിടെ പോയാലും ഇല്ലെങ്കിലും പറയാം, അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല, അവൻ ഏകനാണ്. ഇലാഹു എന്ന വിഷയത്തിൽ അവൻ ഒന്നേയുള്ളൂ. അവൻ വിശ്വാസികൾ ചെയ്ത സകല കരാറുകളും പൂർത്തീകരിച്ചവനാണ്. അള്ളാഹു അവന്റെ അടിമയെ സഹായിച്ചിട്ടുണ്ട്, ഇനിയും സഹായിക്കുക തന്നെ ചെയ്യും. ലോകത്ത് ഇസ്ലാമിനെതിരിൽ വരുന്ന സകല സഖ്യകക്ഷികളെയും തകർത്ത് തരിപ്പണമാക്കിയ തമ്പുരാൻ. ഈ ഒരു വികാരം വിശ്വാസികളുടെ മനസ്സിലുണ്ടാവണം. ഏത് പ്രതിസന്ധിയിലും നിരാശപ്പെട്ടിരിക്കുകയല്ല വേണ്ടത്. അവനവന് കൈയാവുന്ന പരിശ്രമങ്ങൾ നടത്തണമെന്ന് ഹാജറ ബീവിയുടെ കഥ ഓർത്തുകൊണ്ടാണ് അയാൾ സഹി ആരംഭിക്കുന്നത്. ആ സഹിന്റെ പച്ച ലൈറ്റിന്റെ താഴെയൂടെ അയാൾ പതുക്കെ ഒന്നോടുമ്പോ ഹാജറ ബീവി അയാളുടെ മനസ്സിൽ വരുന്നു. സ്വാഭാവികമായും അവിടെ പഠിപ്പിക്കുന്ന വല്ലാത്തൊരു തവക്കുലിന്റെ പാഠമുണ്ട്. സങ്കടപ്പെട്ട് വിധിയെ പഴിച്ചിരിക്കുന്ന ഒരുപാട് ആളുകൾ വിശ്വാസികളുടെ കൂട്ടത്തിലുണ്ട്. അവരോട് തവക്കുൽ എന്ന് പറഞ്ഞാൽ അമലുൻ വ അമലുൻ എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. ചെയ്യേണ്ടത് ചെയ്യണം, എന്നിട്ട് ആഗ്രഹിക്കണം, അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെയുള്ള ഒരു വിശ്വാസം, ഒരു തവക്കലോടുകൂടി ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ഏത് വൈതരണിയിൽ നിന്നും ഏത് പ്രതിസന്ധിയിൽ നിന്നും ഒരു പോം വഴി, ഒരു എക്സിറ്റ് തുറന്നു കൊടുക്കും. വിചാരിക്കാത്ത വഴികളിലൂടെ അയാൾക്ക് വിഭവങ്ങൾ നൽകിക്കൊണ്ടിരിക്കും. അയാളുടെ രോഗമാണെങ്കിൽ രോഗം മാറ്റിക്കൊടുക്കും. സന്താനലബ്ധിയാണെങ്കിൽ അത് നൽകും. ടെൻഷനുകളും പ്രയാസങ്ങളുമാണെങ്കിൽ അതില്ലാതെയാക്കും. അയാൾക്ക് വേണ്ടതെന്തോ അത് നൽകും എന്ന് നമ്മൾ പഠിക്കും. ഒമയ്യത്തവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബുഹു. ഈ ഒരു അവസ്ഥയിലൂടെ വേണം സഫക്കും മറുവക്കും ഇടയിലുള്ള 7 സഅയികൾ വിശ്വാസികളായ ആളുകൾ നൽകേണ്ടത്. ആ ഒരു കർമ്മം അവസാനിപ്പിച്ച് നാട്ടിലെത്തിയാൽ പിന്നെ അത് മറക്കണമെന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. അയാൾ പിന്നീട് അത് കഴിഞ്ഞ് മുടിയെടുത്ത് തൽക്കാലം തഹല്ലുലായി സാധാരണക്കാരനെ പോലെ ജീവിക്കുന്നു. ഇനി അവർ ദുൽഹജ്ജ 8 ഏതാണോ അവർ താമസിക്കുന്ന ഹോട്ടൽ, അവിടെ വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കുന്നു, വീണ്ടും ഹജ്ജിന് വേണ്ടി. യൗമുത് തർവിയ എന്ന് ആ ദിവസത്തെ പേരിട്ടു. ഓരോ ദിവസത്തിനും ഓരോ സംഭവം നടക്കുന്നതിന്റെ പേരിൽ അറബി മാസത്തിന് ഓരോ പേരുകൾ അറബികൾ ഇട്ടിട്ടുണ്ട്. മുസ്ലിം സമുദായം ഇട്ടുവെച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്തും ഹദീസുകളും അതുപോലെ തന്നെ ഫുഖഹാക്കളും ഉലമാക്കളും ഇട്ടുവെച്ചിട്ടുണ്ട്. അതാദ്യം നമ്മൾക്ക് ബോധ്യപ്പെടണം. അതിലൊന്നാണ് യൗമുത് തർവിയ എന്ന് പറയുന്നത്. അവർ 6 കിലോമീറ്റർ അപ്പുറത്തുള്ള മിനയെ ലക്ഷ്യം വെച്ചുകൊണ്ട് പോകുന്നു. ഇനിയുള്ള 6 ദിവസങ്ങളിൽ 3 മൈതാനങ്ങളിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നടത്തിയും കിടത്തിയും ഒക്കെ ചില കർമ്മങ്ങളിലൂടെ പാകപ്പെടുത്തുകയാണ്. മിനയിൽ എത്തുമ്പോൾ വിശ്വാസികളായ ആളുകൾ, ഹജ്ജിന് പോകുന്നവരും ഹജ്ജ് കേൾക്കുന്നവരും ഹജ്ജ് ക്ലാസ്സിൽ പങ്കെടുക്കുന്നവരുമൊക്കെ മനസ്സിൽ വെക്കേണ്ട ചില സംഗതികളുണ്ട്. ഞാൻ ആവർത്തിക്കട്ടെ. അള്ളാഹുവിന്റെ മതമാചരിക്കേണ്ടത് എങ്ങനെ? പറഞ്ഞു തരേണ്ടത് അള്ളാഹു തന്നെയാണ്. കാണിച്ചു തരേണ്ടത് അള്ളാഹുവിന്റെ പ്രവാചകനാണ്. മറ്റാരെന്തൊക്കെ കാണിച്ചാലും ശരി, മറ്റാരെന്തൊക്കെ പറഞ്ഞു തന്നാലും ശരി, അത് മതത്തിന്റെ നിയമമാകുന്നില്ല. മിനയിലെത്തുന്ന വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾ 5 നേരം നമസ്കരിക്കുന്നു. 5 നേരം നമസ്കരിക്കുന്നു. പക്ഷെ അയാൾ ആ 5 നേരത്തെ നമസ്കാരം പൂർത്തിയാക്കുന്നില്ല. ഖസറായിട്ടാണ് നമസ്കരിക്കുന്നത്. നമ്മൾക്ക് പരിചയമുണ്ടോ? ഹജ്ജിന്റെ ഈ വേളയിലല്ലാതെ ജമ്മിന്റെ കൂടെയല്ലാതെ ഖസറാക്കുന്നു. ളുഹർ 2 റക്അത്ത് നമസ്കരിക്കുന്നു. അസർ 2 റക്അത്ത് നമസ്കരിക്കുന്നു. ഓരോന്നിന്റെ നേരത്ത്. മഗ്രിബ് 3 റക്അത്ത് നമസ്കരിക്കുന്നു. ഇശാ 2 റക്അത്ത് നമസ്കരിക്കുന്നു. സുബ്ഹ് 2 റക്അത്ത് നമസ്കരിക്കുന്നു. ജമ്മാക്കരുത്, എന്നാൽ ഖസറാക്കണം. എന്നാൽ നാളെയോ അറഫ മൈതാനിയിലെത്തുമ്പോ ളുഹറും അസറും രണ്ടും ജമ്മും ഖസറുമായി നമസ്കരിക്കുന്നു. അന്ന് രാത്രി മുസ്ദലിഫയിൽ എത്തുമ്പോഴോ മഗ്രിബും ഇശാവും ജമ്മും ഖസറുമായി നമസ്കരിക്കുന്നു. എന്തേ അങ്ങനെയാണ്. വീണ്ടും പിറ്റേ ദിവസം മിനയിലെത്തിയാലോ വീണ്ടും ആ 4 ദിവസങ്ങളിൽ അങ്ങനെ തന്നെ നമസ്കരിക്കുന്നു. എങ്ങനെ?
ജമ്മാക്കാതെ കസറായി നമസ്കരിക്കുന്നു. അള്ളാഹുവിന്റെ പ്രവാചകനിലൂടെ അള്ളാഹു കാണിച്ചു തന്ന മതത്തിന്റെ നിയമങ്ങൾ എന്തുകൊണ്ടങ്ങനെ എന്ന ചോദ്യത്തിന് പലപ്പോഴും നമ്മൾക്ക് ഉത്തരം ലഭിക്കുകയില്ല എന്ന് വിശ്വാസികൾക്ക് ഇപ്പോഴും അറിയില്ല. ഞങ്ങൾ അവരെക്കാൾ പഠിച്ചവരാണ്, ഞങ്ങൾ അവരെക്കാൾ വിവരമുള്ളവരാണ്, ഞങ്ങൾക്കിങ്ങനെയാണ് തോന്നുന്നത് എന്നത് മതത്തെ സമീപിക്കേണ്ട രീതിയല്ല എന്ന് വിശ്വാസികളായ ആളുകൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ആരാധനകൾ നിശ്ചയിച്ച് നൽകുന്നത് അള്ളാഹുവാണ്. ദുൽഹജ്ജ 8 എന്ന് പറയുന്ന ദുൽഹിജ്ജ മാസം 9 എന്ന് പറയുന്നത് അറഫ മൈതാനിയിലേക്ക് എത്തുന്നു. ലോകത്തെ ഏറ്റവും നല്ല ദിവസം, ഏറ്റവും കൂടുതൽ ആളുകൾ അറഫ ദിനത്തെക്കാൾ മറ്റൊരു ദിവസവും അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കുന്നില്ല. നരകത്തിൽ നിന്ന് ആളുകൾ മോചിതമാകുന്നത് എപ്പോഴാണ്? ഞാൻ ആദ്യം പറഞ്ഞ പോലെ പാപസുരക്ഷിതരാകുമ്പോ, പാപരഹിതരാകുമ്പോ. ഏറ്റവും കൂടുതൽ ആളുകളുടെ ജീവിതത്തിൽ പാപം പൊറുക്കപ്പെടുന്ന ഒരു ദിനമാണ് ആ ദിവസം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ആ ദിനത്തിലാണ് അള്ളാഹുവിന്റെ മലായിക്കത്തിനെ നോക്കിയിട്ട് അള്ളാഹു ആകാശ ലോകത്ത് നിന്ന് താഴേക്കിറങ്ങി വന്ന് അള്ളാഹുവിന്റെ മലക്കുകളെ വിളിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആവേശത്തിൽ ഊറ്റം കൊണ്ടുകൊണ്ട് അവരോട് ചോദിക്കും, ആ വന്ന് നിൽക്കുന്ന ആളുകൾ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ബാക്കി പറയുന്നില്ല. എന്താണ് അവരുടെ ലക്ഷ്യം? ആ ലക്ഷ്യം അവരുടെ വീടും കുടിയും കുട്ടികളെയും സമ്പാദ്യങ്ങളെയും കച്ചവടവും വ്യാപാരങ്ങളും തൊഴിലും ഒക്കെ നാട്ടിലിട്ടേച്ചുകൊണ്ട് ഈ വന്നത് എന്തിനാണ്? അവർ ഇത്രയേറെ ലക്ഷക്കണക്കിന് രൂപ മുടക്കുന്നത് എന്തിനാണ്? എന്തിനാണ് അവരുടെ ശരീരം ഇങ്ങനെ ക്ഷീണിക്കുന്നത്? പലരും ജീവിതത്തിൽ ഇത്ര ക്ഷീണിച്ച ദിവസങ്ങൾ ഉണ്ടായിട്ടില്ല. ഇത്രമേൽ ശരീരം കഷ്ടപ്പെട്ട ദിനങ്ങൾ ആജിമാർക്ക് ഉണ്ടായിട്ടില്ല, പലർക്കും ഉണ്ടായിട്ടില്ല. സമൂഹത്തിന്റെ ഉയർന്ന ശ്രേണിയിൽ നിന്ന് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഹജ്ജ് ഭാരമേറിയ ഒരു ജോലി തന്നെയാണ്. പാപമോചനം മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത്. അള്ളാഹുവിന്റെ തൃപ്തി മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത്. അള്ളാഹുവിന്റെ സാമീപ്യവും അള്ളാഹുവിനെ പരലോകത്ത് കണ്ടുമുട്ടണം എന്നതും മാത്രമാണ്. അള്ളാഹു പറയുന്നു, അവരെന്താണോ ആഗ്രഹിക്കുന്നത് അതവർക്ക് ലഭിക്കാതിരിക്കുകയില്ല എന്ന്. ഇതാണ് ഹജ്ജ്. ഹജ്ജിന് ചെലവാക്കുന്ന പണത്തെക്കുറിച്ചല്ല സമ്പന്നന്മാരായ ആളുകൾ ഓർക്കേണ്ടത്, അതുവഴി ഉണ്ടാകുന്ന നേട്ടങ്ങളെ കുറിച്ചാണ്. ഒരു തിരിച്ചറിവിന്റെ വേദിയാണ് അറഫ മൈതാനം. അറഫ മൈതാനിയിൽ ജീവിതത്തിൽ ഒരിക്കൽ പോയി നിന്ന ആളുകളോട് ഇത് പറയേണ്ടതില്ല. ഒരു തിരിച്ചറിവിന്റെ വേദിയാണ്. എനിക്ക് പൊറുപ്പിക്കാനുള്ള ഒരുപാട് തെറ്റുകളുണ്ട്, ഞാനും മനുഷ്യനാണല്ലോ. കുല്ലു ഇബ്നു ആദമിൻ ഖത്താഊൻ എന്ന ചൊല്ല് ഈ ഞാൻ കാണുന്ന നോക്കത്താ ദൂരത്ത് പരന്നു കിടക്കുന്ന ഈ ഹാജിമാർ മുഴുവൻ കരഞ്ഞ് പൊറുപ്പിക്കുന്നത് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പിഴവുകൾ തന്നെയാണ് ആദ്യം. പിന്നെയാണ് അവരുടെ ആവശ്യങ്ങൾ പറയുന്നത്. അതിനർത്ഥം ഈ മനുഷ്യരെല്ലാവരും ഈ സ്വഭാവക്കാരാണ് എന്നാണ്. എൻ്റെ ജീവിതത്തിലും പറ്റിപ്പോയ ഇബ്ലീസിന്റെ ദുർബോധനത്തിൽ നിന്ന് വീണ് വയങ്ങിപ്പോയി ഞാൻ ചെയ്തു പോയ ഈ തിന്മകളൊക്കെയും ഇവിടം പറഞ്ഞ് കരഞ്ഞ് മാപ്പാക്കണം ഞാൻ എന്നിട്ട് ശുദ്ധീകരണം ആവശ്യപ്പെടുന്നു. അങ്ങനെയുള്ള ഒരു ശുദ്ധീകരണത്തിന് വിധേയമാവുകയാണ്. ജീവിതത്തിൽ ഏറെക്കുറെ എല്ലാവരും ഈ ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്നു. വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരു വാചകം അറഫ മൈതാനിയിൽ എത്തുമ്പോൾ വിശ്വാസികളുടെ മനസ്സിലേക്ക് വരുന്നു. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. തെറ്റുകളുടെ കൂമ്പാരത്തിന്റെ പുറത്ത് ജീവിക്കുന്ന വിശ്വാസികളായ മനുഷ്യന്മാരോട്, എല്ലാ മനുഷ്യന്മാരോടും എൻ്റെ അടിയാറുകളെ ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് നിരാശരാകരുത്. ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി, എനിക്ക് അള്ളാഹു പുറത്തു തരുമോ? അങ്ങനെ ഒരു ചിന്തയെ വേണ്ട. ഏറ്റുപറയാൻ തയ്യാറുണ്ട് എങ്കിൽ അള്ളാഹു പുറത്തു തരും. ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീഅ. മരണത്തിന്റെ മുമ്പാണ് ഇത്, മരിക്കുന്നതിന്റെ മുമ്പാണിത്. മരിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഈ ചോയ്സ് ഇല്ല. മരിക്കുന്നതിന് മുമ്പ് ഈ പാപം പൊറുപ്പിക്കൽ നടത്തണം. അല്ലാതിരുന്നാൽ പിന്നീട് അള്ളാഹു പുറത്തു വരില്ല. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ശിർക്കും അള്ളാഹു പുറത്തു തരും ഈ ലോകത്ത് വെച്ച് അത് ഏറ്റുപറഞ്ഞാൽ.
ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുകയില്ല എന്ന് തീർത്തു പറഞ്ഞുകൊണ്ട് പടച്ചതമ്പുരാന്റെ മുമ്പിൽ തൗബ ചെയ്താൽ ശുർക്കും പൊറുക്കും. അതെവിടെ വെച്ച് ചെയ്യണം? ഇവിടെ വെച്ച്. അല്ലാത്തത് അള്ളാഹു നമ്മുടെ പ്രാർത്ഥന ഇല്ലാതെയും പുറത്തു വന്നേക്കാം എന്നാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ വല്ലാത്തൊരു വൈകാരികാവസ്ഥയിൽ പാപങ്ങൾ ഇങ്ങനെ പൊറുപ്പിച്ചുകൊണ്ട് ഹാജിമാർ അറഫയിൽ കഴിഞ്ഞുകൂടുമ്പോ ലോകത്തുള്ള മറ്റുള്ള വിശ്വാസികൾക്കും അള്ളാഹു പാപം പൊറുപ്പിക്കുവാനുള്ള വല്ലാത്തൊരു ഗോൾഡൻ ചാൻസ് അനുവദിച്ചു തന്നിട്ടുണ്ട്. അതാണ് ഒരു സുന്നത്ത് നോമ്പ്. ഹജ്ജ് മാസം 9 അഥവാ നിങ്ങളുടെ യൗമ അറഫയിൽ നിങ്ങളൊരു നോമ്പ് അനുഷ്ഠിക്കണം. അങ്ങനെ അനുഷ്ഠിച്ചാൽ കഴിഞ്ഞുപോയ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങൾ നിങ്ങൾക്ക് പുറത്തു കിട്ടും. അറഫയിൽ ജീവിതത്തിലെ മുഴുവൻ പാപങ്ങളുമാണ് പൊറുക്കുന്നത്. അവിടെ എത്താത്ത നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ഈ മാഫിറത്ത്, ഈ മർഹമത്ത്, ഈ കാരുണ്യത്തിന്റെ ഭാഗമാകാനുള്ള ഒരവസരം നിങ്ങൾക്ക് നൽകുന്നു. അഹ്തസിബ് അലല്ലാഹ് അൻ യുകഫിറ സൗമു യൗമ അറഫ അസ്സനത്തൽ മാളിയ വസ്സന അൽ ബാഖിയ ഐ സനതൈനി തുകഫിറാനി ബിസിയാമി യൗമിൻ വാഹിദ്. ഒരൊറ്റ ദിവസത്തെ നോമ്പ് കൊണ്ട് 2 വർഷത്തെ പാപം പുറത്തു കിട്ടുന്ന ഒരു അസുലഭ മുഹൂർത്തം വരാനിരിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ഈ ആഴ്ച. അടുത്ത ഇതേ ദിവസം അത് മറന്നു പോകരുത്, അത് നാശമാക്കുകയും ചെയ്യരുത്. അള്ളാഹുവിന്റെ മതം ഞാൻ ആവർത്തിക്കട്ടെ, പ്രാക്ടിക്കൽ അല്ലാത്തൊരു നിയമം അള്ളാഹു പറയില്ല. ആചരിക്കാനാവാത്തൊരു നിയമം അള്ളാഹുവിന്റെ മതത്തിൽ ഉണ്ടാവുകയില്ല. ആളുകൾ കടത്തിക്കൂട്ടുന്ന പുതിയ പദങ്ങൾ, ഐക്യദാർഢ്യം പ്രകടിപ്പിക്കൽ, ആ സമയത്ത് അവിടെ ഹാജിമാർ നിൽക്കുമ്പോൾ ഈ സമയത്ത് ഇവിടെ നോമ്പ് നിൽക്കണം എന്നൊന്നും ഹദീസിലില്ല. അത് പ്രാക്ടിക്കൽ അല്ല. ലോകത്ത് സൗദി അറേബ്യ നിലകൊള്ളുന്ന ഭൂമിയുടെ ഒരു ഭാഗം പകലാകുമ്പോ അതിന്റെ എതിർഭാഗം കൂർക്കം വലിച്ചുറങ്ങുകയാണ്. എങ്ങനെയാണ് അവർക്ക് ഹാജിമാർ അറഫയിലുള്ള സന്ദർഭത്തിൽ നോമ്പ് നിൽക്കണമെന്ന് അള്ളാഹുവിന്റെ ഒരു കൽപ്പന ഉണ്ടായിരുന്നുവെങ്കിൽ അത് പ്രാവർത്തികമാക്കാനാവുക? അള്ളാഹുവാണ് നിയമമുണ്ടാക്കുന്നത്, അള്ളാഹുവിന്റെ പ്രവാചകനാണ് അത് കാണിച്ചു തന്നത്. ഞാൻ ഉളുഹിയ്യത്തിന്റെ ഹദീസ് ഓതിയല്ലോ കഴിഞ്ഞ ആഴ്ച, നിങ്ങൾ ദുൽഹജ്ജ് മാസപ്പിറവി ദർശിച്ചാൽ എന്ന് തുടങ്ങുന്നു. അവിടെ ഓരോ നാട്ടിലും മാസങ്ങൾ വേറെയാണ്. അവിടെ വെള്ളിയാഴ്ച, ഇവിടെ വെള്ളിയാഴ്ചയല്ലേ, കലണ്ടർ നോക്കിയല്ലേ ളുഹർ ബാങ്ക് കൊടുത്തത് എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. വിവരക്കേടാണ് അതൊക്കെയും. അള്ളാഹുവിന്റെ ദീനിന്റെ പ്രമാണങ്ങളെ കൊഞ്ഞനം കുത്തുകയാണ് അതുവഴി ചെയ്യുന്നത് എന്ന് ഈ അല്പന്മാർ മനസ്സിലാക്കേണ്ടതുണ്ട്. വിശ്വാസികളായ ആളുകൾക്ക് അള്ളാഹുവിന്റെ ഖുർആനിനോടൊപ്പവും വിശുദ്ധ പ്രവാചകന്റെ ഹദീസിനൊപ്പവും നിൽക്കാനല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വെള്ളിയാഴ്ച, ശനിയാഴ്ചയാണ് നമ്മുടെ ദുൽഹജ്ജ് 10, വെള്ളിയാഴ്ചയാണ് നമ്മുടെ യൗമ അറഫ. അഥവാ യൗമ അറഫ എന്നത് ദുൽഹജ്ജ് 9 മറ്റൊരു പേരാണ്. അയ്യാമുത്ത് ശരീഖ് ഈ 3 ദിവസങ്ങളുടെ മറ്റൊരു പേരാണ്. യൗമുൻ നഹർ ഈദുൽ അദ്ഹ ദിവസത്തിന്റെ ദുൽഹജ്ജ് 10 മറ്റൊരു പേരാണ്. അപ്പൊ അങ്ങനെയുള്ള ചില സംഗതികൾ ആളുകൾക്ക് അറിയാഞ്ഞിട്ടില്ല. നോക്കൂ, നിങ്ങൾ വളരെയേറെ വിശ്വാസി സ്ഫുടം ചെയ്ത് കറ കളഞ്ഞ ഒരവസ്ഥയിൽ നിൽക്കുന്ന വല്ലാത്തൊരു മുഹൂർത്തത്തിൽ അറഫയിൽ മാരിബ് ബാങ്ക് വിളിക്കുന്നു, മാരിബ് ബാങ്ക് കേൾക്കുന്നു. പക്ഷേ അവിടെ വെച്ച് നമസ്കരിച്ചുകൂടെന്ന് അല്ലാഹുവിന്റെ മതം പറയുന്നു. ഒരു മനുഷ്യൻ ജീവിതത്തിൽ നമസ്കരിക്കുന്ന ഏറ്റവും ഇഖ്ലാസോടുകൂടി നമസ്കരിക്കാൻ കിട്ടിയ ഒരു സമയം അതേ അറഫ മൈതാനിയിൽ വെച്ച് ചെയ്യരുതെന്ന നിയമം. അതെന്താ അങ്ങനെ എന്ന് തിരിഞ്ഞെന്ന് ചോദിച്ചാൽ അതെനിക്ക് ഉൾക്കൊള്ളാനാവുന്നില്ല എന്നൊരാൾ പറഞ്ഞാൽ പോവാൻ പറഞ്ഞു. അയാളോട് അറഫ നേടിത്തന്ന തിരിച്ചറിവുകൾ ഒക്കെ കൈമോശം വരാതെ കാത്തു സൂക്ഷിക്കുവാനുള്ള ആലോചനകൾക്ക് വേണ്ടി ആ പവിത്ര ബോധം അങ്കുരിക്കുന്ന മഷ്അറുൽ ഹറാമിലേക്ക് നടക്കൂ. അവിടെ ചെന്നതിന് ശേഷം ജമ്മും ഖസറുമായി മാരിബും ഇശാവും നമസ്കരിക്കൂ. അവിടെ പിശാചിന്റെ പ്രേരണയാൽ ചെയ്തുപോയ തെറ്റുകുറ്റങ്ങൾ പൊറുപ്പിക്കുകയായിരുന്നു ഇത്രയും നേരം. വിദ്യാർത്ഥികൾ അവരുടെ പാഠങ്ങൾ വീണ്ടും വീണ്ടും വായിച്ചുരുവിട്ട് ഉറപ്പിക്കാറുണ്ടല്ലോ മനസ്സിൽ. ചില ബോധങ്ങൾ ആവർത്തിച്ചുറപ്പിക്കേണ്ടി വരും. അങ്ങനെ ആവർത്തിച്ചുറപ്പിക്കാൻ ഒരു പച്ച മണലിൽ കയ്യിലുള്ള ഒരു വിരിപ്പ് വിരിച്ച് ലക്ഷക്കണക്കിന് ആളുകൾ കിടക്കുന്നു.
അവിടെ മറ്റ് ദിക്റുകളോ മറ്റ് ദുആകളോ സംഗതികളോ ഒന്നും നിയമമാക്കി വെച്ചിട്ടില്ല. അവിടെ നിയമമാക്കി വെക്കുന്നത് എൻ്റെ ശത്രുവായ മുഖ്യ ശത്രുവായ ഇബ്ലീസിനോട് ഇനി ഞാൻ പടപൊരുതണം, എനിക്ക് അഅ്മാലു സാലിഹാത്തുകൾ ജീവിതത്തിൽ ഇനിയും 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 വർദ്ധിപ്പിക്കണം. ഇബ്ലീസ് എന്നെ വഞ്ചിക്കുകയായിരുന്നു, ഇനി അവന്റെ വഞ്ചനയിൽ ഞാൻ കുടുങ്ങിക്കൂടാ എന്ന ഒരവസ്ഥയാണുള്ളത്. എന്നിട്ട് സുബഹി ബാങ്ക് വെക്കുമ്പോൾ എഴുന്നേറ്റ് സുബഹി നമസ്കരിച്ച് ദീർഘമായി പ്രാർത്ഥിച്ച് തൻ്റെ മുഖ്യ ശത്രുവായ ഇബ്ലീസിനോടുള്ള പക മനസ്സിൽ ഇങ്ങനെ കത്തിച്ചു നിർത്തിയിട്ട് 7 ചെറിയ ചരൽക്കല്ലുകൾ പൊറുക്കി അയാൾ യാത്രയാകുന്നു ജംറയിലേക്ക് പോയിട്ട് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് തക്ബീർ ഉച്ചരിച്ചുകൊണ്ട് ഈ 7 കർമ്മം നടത്തുന്നു. അത് ഇബ്ലീസ് എന്നതിനെ നേരെറിയലാണോ? അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. ആ ഒരു വൈകാരിക ഭാവത്തെ മനസ്സിൽ നിന്ന് ഇല്ലാതെയാക്കാൻ ഹാജിക്ക് സാധിക്കണം. ഇബ്ലീസ് കൂടുകെട്ടി കിടക്കാൻ എൻ്റെ മനസ്സിൽ ഇനി പാടില്ല എന്നുണ്ടാവണം. അങ്ങോട്ട് പോകുമ്പോൾ അയാൾ ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന തൽബിയത്താണ് ചൊല്ലിയത്. വിജയശ്രീലാളിതനായി അയാൾ തിരിച്ചു പോരുമ്പോ തക്ബീർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ തക്ബീർ ചൊല്ലിക്കൊണ്ട് തിരിച്ചു പോരുന്നു. വല്ലാത്തൊരു വൈകാരിക ഭാവമാറ്റങ്ങളാണ് വിശ്വാസികളായ ആളുകൾക്കുണ്ടാകുന്നത്. പിന്നീട് അയാൾ മിനയിൽ താമസിക്കുന്നു. 3 ദിവസവും കൂടി. പിന്നെ ഉച്ചയ്ക്ക് ശേഷം അയാൾ പോയി കല്ലെറിയുന്നു. അവിടങ്ങളിലൊക്കെയും ഹാജിയാണെന്ന ബോധത്തോടുകൂടി ദിക്റും ദുആയിലുമൊക്കെ കഴിഞ്ഞുകൂടിക്കൊണ്ട് അയാൾ പാകപ്പെടുന്നു. പിന്നീട് അയാൾ താമസ സ്ഥലത്തേക്ക് പോകുന്നു. ഇനി അന്ന് ദുൽഹജ്ജ് 10 തന്നെ തവാഫുൽ ഇഫാദ അയാൾക്ക് നടത്തേണ്ടതുണ്ട്. എന്നാൽ അസൗകര്യമുള്ള ആളുകൾക്ക് അത് പിന്നീട് ചെന്നിട്ടായാലും മതിയെന്ന്. ഈ ദുൽഹജ്ജ് 10 ഒരുപാട് കാര്യങ്ങളുണ്ട്. മുടിയെടുക്കേണ്ടതുണ്ട്, അറുക്കേണ്ടതുണ്ട്. അറുക്കൽ സർക്കാർ ഏറ്റെടുത്ത് ചെയ്യുന്നത് കൊണ്ട് ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമില്ല. മുടിയെടുക്കേണ്ടതുണ്ട്. ഈ ജംറയിൽ പോയി ഈ മുടിയെടുക്കലും കൂടിയൊക്കെ ചെയ്യുമ്പോൾ അയാൾ ഭാഗികമായി തഹല്ലുലാകുന്നു. തവാഫും കൂടി ചെയ്യുന്നതോടുകൂടി അയാൾക്കെല്ലാം ഹലാലായി മാറുന്നു. പിന്നീട് അയാൾ ഒരു സാധാരണക്കാരനായി ജീവിച്ച് എന്നാൽ മക്ക വിട്ട് പുറത്തു പോരുന്ന ഹാജി തവാഫുൽ വിദാ കൂടി ചെയ്ത് പുറത്തു പോരുന്നു. ഇങ്ങനെ ഒരു ഹജ്ജ് പൂർത്തിയാകുന്നു. ഞാൻ സൂചിപ്പിക്കുന്നത് ഇതൊരു വികാരമാണ്. ഈ വികാരത്തോടൊപ്പം നമ്മൾ ഉണ്ടാവണം. ഇതൊരാഗ്രഹമാണ്. ആഗ്രഹമായി മനസ്സിലിട്ട് കാലം കഴിക്കാതെ ആഗ്രഹത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും എന്നിട്ട് അതിനു വേണ്ടി ഹജ്ജിന് പോവാനുള്ള ഒരു മനസ്സ് തയ്യാറെടുക്കുകയും വേണമെന്നാണ് ഇതുവരെ ഹജ്ജ് ചെയ്യാത്ത സഹോദരങ്ങളായ ആളുകളോട്, സഹോദരിമാരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ആയുഷ്കാലത്തിൽ ഒരിക്കലെങ്കിലും ഈ ഹജ്ജിൽ പങ്കെടുക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നാമുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന മുഴുവൻ ആളുകൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വ വൽ അഖവാത്ത് ഉസീകും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് കുറെ കൂടി നന്നായി ജീവിക്കാൻ ശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. നമ്മുടെ മക്കൾ പരീക്ഷകളൊക്കെ പാസ്സായി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകാൻ ശ്രമിക്കുന്ന ഒരു സമയമാണിപ്പോൾ. അതൊരു വിഷയമായി തന്നെ പറയേണ്ടതാണ്. ഇപ്പോൾ സമയമില്ല. ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കാൻ ആവശ്യമായ വിദ്യാഭ്യാസം അവർക്ക് ലഭിക്കുന്നുവോ ഇല്ലേ എന്ന് പരിശോധിക്കേണ്ട ബാധ്യത മാതാപിതാക്കൾക്കുണ്ട് എന്ന് ഗൗരവത്തോടു കൂടി ഒറ്റ സെന്റൻസ് ഞാൻ പറഞ്ഞു വെക്കുകയാണ്. അടുത്ത വെള്ളിയാഴ്ച നമ്മൾ വരുന്നതിന് മുമ്പ് അവർ കലാലയങ്ങളിലേക്ക്, ക്ലാസ് റൂമിലേക്ക് പോകും. അവർക്ക് മതവിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ടോ ഇല്ലേ എന്നൊന്ന് പരിശോധിക്കണ്ടേ? കുറ്റം പറഞ്ഞാൽ മതിയാവോ? മദ്രസകളൊക്കെ തുറക്കുകയാണ്. മദ്രസകളിലേക്ക് നമ്മുടെ കുട്ടികൾ എത്തുന്നുവോ ഇല്ലേ എന്ന് പരിശോധിക്കണം. നാളെ നമ്മുടെ മദ്രസയുടെ കെട്ടിടത്തിൻ്റെ ജോലി നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം. നമ്മളതിൽ ഭാഗവാക്കാവാൻ പലരോടും ആവശ്യപ്പെട്ടിരുന്നു. പലരും ആ ഭാഗവാക്കായിട്ടുണ്ട്. ഇനിയും ആവാത്തവരുമുണ്ട് എന്നതാണ് അതിലൊരു വസ്തുത. അത്തരം ആളുകൾ കുറെ കൂടി ഗൗരവത്തോടു കൂടി ഇതിനെ കാണണമെന്ന് അറിയിക്കുകയാണ്. നാളെ സ്കൂളിൽ വെച്ചിട്ടാണ് പ്രവേശനോത്സവം നടക്കുന്നത്. രക്ഷിതാക്കളായ ആളുകൾ മറ്റന്നാൾ ഞായറാഴ്ച നമ്മുടെ സ്കൂളിൽ വെച്ചിട്ടാണ്, മദ്രസയിൽ സൗകര്യമില്ലാത്തതുകൊണ്ട് പ്രവേശനോത്സവം നടക്കുന്നത്. കുട്ടികളോടൊപ്പം നമ്മൾ രക്ഷിതാക്കളും, കുട്ടികൾ മദ്രസയിലില്ലാത്ത അഥവാ ചെറിയ കുട്ടികളില്ലാത്ത രക്ഷിതാക്കളും ഈ ചടങ്ങിനൊന്ന് എത്തണം.
അത് നമ്മുടെ ഒരു മതപരമായ ഒരു ബാധ്യതയാണ് എന്ന് ഗൗരവബുദ്ധി ഉണർത്തുകയാണ്. എനിക്കവിടെ കുട്ടികളില്ലല്ലോ, ഞാനെന്തിനാ പോണ് എന്ന് വിചാരിക്കേണ്ട. അത് ഈ മഹല്ലത്തിൻ്റെ, നമ്മളുടെ ഈ സംഘത്തിൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്. അതിൽ എനിക്കിപ്പോൾ ഇനിയിപ്പോൾ കുട്ടികളുണ്ടായിട്ട് പോകാൻ കഴിയില്ല, നമ്മൾ വയസ്സന്മാരായില്ലേ. അതുകൊണ്ട് നമ്മുടെ പേരക്കുട്ടികളുണ്ടാവാം, ഞാൻ അങ്ങനെ ഒന്നുമില്ലെങ്കിലും ആ ചടങ്ങിലൊന്ന് പോയി കൊടുക്കാം എന്നാണ് എനിക്ക് സഹോദരന്മാരോട് ആവശ്യപ്പെടാനുള്ളത്. ഇന്ന് നമ്മുടെ ജില്ലയ്ക്ക് വേണ്ടി പിരിക്കുന്ന സാമൂഹ്യക്ഷേമ ഫണ്ട് കലക്ഷനാണ് എടുക്കുന്നത്. അതിലെല്ലാവരും സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഈ ഫണ്ടിൻ്റെ ഗൗരവം മനസ്സിലാക്കി സംഭാവന അർപ്പിക്കണം എന്നുള്ളതൊക്കെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ഷിആറുകളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നല്ലവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആയുഷ്കാലത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഹജ്ജിൽ പങ്കെടുക്കുവാനുള്ള ആഗ്രഹം നിലനിർത്തുകയും അതിനു വേണ്ടി അധ്വാനിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഒരു പ്രാവശ്യമെങ്കിലും അതിനുള്ള അവസരം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. സർവശക്തനായ തമ്പുരാനെ, ഞങ്ങളെ ഒരു പ്രാവശ്യമെങ്കിലും ഹജ്ജിന് ലബ്ബൈക്ക് പറയാനുള്ള അവസരമൊരുക്കി സഹായിക്കണമേ തമ്പുരാനെ. ഞങ്ങളിൽ നിന്ന് വന്നുപോയ എല്ലാ പിഴവുകളും നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ തമ്പുരാനെ. നിന്റെ ദീനിന്റെ നിയമങ്ങളെ നീ നിയമമാക്കി എന്നതിൻ്റെ പേരിൽ സന്തോഷപൂർവ്വം ആചരിക്കുന്ന നല്ല മനസ്സുള്ള ആളുകളുടെ കൂട്ടത്തിൽ, മുത്തഖികളുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. നിന്റെ മതാചാരങ്ങൾക്ക് മുമ്പിൽ സംശയത്തിൻ്റെ പുകമറ സൃഷ്ടിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ തമ്പുരാനെ. ഞങ്ങളിൽ രോഗം മൂലം കഷ്ടപ്പെടുന്ന ആളുകൾക്ക് നീ ശിഫ നൽകണമേ നാഥ. ഞങ്ങളിൽ മാനസികമായി തീറ്റുന്നവർക്ക് നീ ആശ്വാസം പകർന്നു കൊടുക്കണമേ തമ്പുരാനെ. ഞങ്ങളിൽ നേരത്തെ മരണപ്പെട്ടു പോയവരെയും ഞങ്ങളെയും നീ പാപങ്ങളൊക്കെ കഴുകിക്കളഞ്ഞ് പൂങ്കാവനത്തിൽ ഒരുമിച്ച് ചേർക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്